ബാങ്ക് അക്കൗണ്ടുകളിൽ നോമിനീനെ വെക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഈ നോമിനിക്ക് ഒരാളുടെ നോമിനിയായി വെക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ സ്വത്തിന്മേൽ പൂർണ്ണ അവകാശം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും പറയാൻ പറ്റും. നോമിനിക്ക് പൂർണ്ണ അവകാശമില്ല. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് തന്റെ സുഹൃത്തിനെയാണ് നോമിനിയായിട്ട് വെക്കുക. കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ മരണപ്പെടുന്നു. അപ്പോൾ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയുടെ നോമിനി എന്ന് പറയുന്നത് ഇയാൾ നോമിനിയായി വെച്ചിരിക്കുന്ന സുഹൃത്തായിരിക്കില്ല. നേരെ മറിച്ച് അയാളുടെ ലീഗൽ ഹെയേഴ്സ് ആരൊക്കെയാണോ, ഭാര്യ മക്കളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും അയാളുടെ അക്കൗണ്ടിലുള്ള പണം തുല്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നോമിനി എന്ന് പറയുന്നത് എന്താണ്? ചിലവർ വിചാരിച്ചിരിക്കും എന്താണ് ഇപ്പോൾ ഈ നോമിനിയുടെ റോൾ എന്താണ്? നോമിനിയുടെ റോള് എന്ന് പറയുന്നത് ഈ അക്കൗണ്ട് ഹോൾഡറുടെ അപ്പൊ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ നോമിനിക്കാണത് ബാങ്കിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ നോമിനിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലീഗൽ ഹെയേഴ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നോമിനിയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ചില സിറ്റുവേഷനിൽ ഉണ്ടാവാം ഭാര്യയെ അല്ലെ മക്കളെയൊക്കെ നോമിനിയായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഭാര്യയൊക്കെയാണ് വെക്കുന്നുണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കേണ്ടതാണ്. അത് നോമിനിയുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് നോമിനിക്കാണ് ഈ തുക മുഴുവൻ എന്നാണ്. അങ്ങനെയല്ല. ലീഗൽ ഹെയേഴ്സ് ആരൊക്കെയാണോ വരുന്നത്, അപ്പൊ ലീഗൽ ഹെയേഴ്സിനായിരിക്കും കൃത്യമായിട്ട് ആ തുക പോകുന്നത്.